നൂറുമേനിയിലേക്ക് ഏവർക്കും സ്വാഗതം. ജൈവ കൃഷിക്ക് ഇന്ന് വളരെ പ്രാധാന്യമുള്ള സമയമാണ്. മണ്ണിൻ്റെ ആരോഗ്യം മനുഷ്യൻ്റെ ആരോഗ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ കീടങ്ങളെ നിയന്ത്രിക്കുക എന്നതായിരുന്നു കർഷകർ അഭിമുഖീകരിച്ച പ്രധാന പ്രശ്നം. എന്നാൽ ഇന്ന് ശാസ്ത്രജ്ഞർ മിത്രകുമിളുകളെയും ബാക്ടീരിയകളെയും കീടനിയന്ത്രണത്തിന് ഉപയോഗിക്കാമെന്ന് കണ്ടെത്തിയതോടെ ജൈവ കൃഷി രംഗത്ത് ഒരു വിപ്ലവത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന കർഷകൻ പൂർണ്ണമായും ജൈവ കൃഷിയിലൂടെ നൂറുമേനി തൻ്റെ കൃഷിയിടത്തിൽ വിളയിച്ച വ്യക്തിയാണ്. ശ്രീ എം സെബാസ്റ്റ്യൻ. ഇദ്ദേഹത്തെ നമുക്കിന്ന് പരിചയപ്പെടാം. ചേട്ടാ, എന്ന് തൊട്ടാണ് ജൈവ കൃഷി ആരംഭിച്ചത്? അതിലോട്ട് വരാനുള്ള കാരണം എന്താ? 98 മുതലാണ് ആരംഭിച്ചത്. 98 എൻ്റെ കുരുമുളക് പൊടിക്ക് ദുരിതവാട്ടം പിടിപെട്ടു. അതിന് ബോഡോമിക്സും പോലെയുള്ള മരുന്നുകൾ ചെയ്തിട്ട് ഫലിച്ചില്ല. അപ്പോൾ ഒരു പേപ്പറിൽ ഒരു കമ്പനിയുടെ പരസ്യം കണ്ടു, ട്രൈക്കോഡർമ ദുരിതവാട്ടത്തിന് നല്ലതാണ്. പൂന്തരത്തിലുള്ളതായിരുന്നു. ഞാനവിടെ പോയി വാങ്ങിച്ചു കൊണ്ട് ഇട്ടത് അത് വളരെ എഫക്റ്റായിട്ട് തോന്നി. അന്ന് മുതൽ കുറേശ്ശെ ജൈവ കൃഷിയിലേക്കും ജൈവ വളങ്ങൾ ആരംഭിച്ച് ഓരോ കൃഷിയിലൂടെ ഇങ്ങനെ കുറേശ്ശെ പൊയ്ക്കൊണ്ടിരുന്നു. ഓരോ വിളയ്ക്കും പരീക്ഷിച്ച് അവസാനം ഇത് നല്ലതാണെന്ന്, മറ്റു വളങ്ങളെക്കാളും നല്ലതാണെന്ന് എനിക്ക് തോന്നിയത് കാരണം പൂർണ്ണമായ ജൈവ കൃഷിയിലേക്ക് ഇപ്പോൾ 2-3 വർഷമായിട്ട് വന്നിരിക്കുകയാണ്. 100% ജൈവ കൃഷിയാണ്. അതെ ചേട്ടാ, ഇപ്പോൾ ഇവിടെ ഏതൊക്കെ വിളകളാണ് കൃഷി ചെയ്ത് വരുന്നത്? ബഹുവിള കൃഷിയാണ്. വലിയ വൃക്ഷങ്ങൾ, അതിനിടയ്ക്ക് തെങ്ങ്, അതിൻ്റെ താഴെ ജാതി, അതിൻ്റെ താഴെ കൊക്കോ, വാഴ, പല തട്ടുകളിലായിട്ടുള്ള ചേന, ചേമ്പ്, കാപ്പി, ഏലം വരെ കൃഷി ചെയ്യുന്നുണ്ട്. എല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് ജൈവ വളങ്ങളും ജൈവ കീടനാശിനികളും ഉപയോഗിച്ച് കുരുമുളകിലാണ് അല്ലേ? അതെ. അതിൽ ഫലപ്രദമാണെന്ന് കണ്ടപ്പോഴാണ് ബാക്കിയുള്ളതിലൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതെ അല്ലേ? ഇപ്പോഴെങ്ങനെയാണ്? ഇപ്പോൾ എല്ലാത്തിനും ഉപയോഗിക്കുന്നു. എല്ലാ വിളകൾക്കും ഉപയോഗിക്കുന്നു. അതായത് രാസവളങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി അല്ലേ? രാസവളം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് 2 പേര് തെളിഞ്ഞാൽ ഇത് മഞ്ഞച്ച് നിറമാകുമായിരുന്നു. ഇലകൾ അറ്റം, താഴത്തെ പുറത്തെ മൂത്ത ഇലകളെ അറ്റം കരിയുകയും ചെയ്തുകൊണ്ടിരുന്നു. തേങ്ങയുടെ ഉൽപ്പാദനം കുറഞ്ഞിരുന്നു. കൂമ്പിൻ്റെ നീളം കുറഞ്ഞ് വളരെ ചെറുതായിരുന്നു. അത് ഇപ്പോൾ ജൈവവളം തുടങ്ങിക്കഴിഞ്ഞപ്പോഴും പെട്ടെന്ന് തന്നെ അതിൻ്റെ വ്യത്യാസം കാണാം. കൂമ്പൊക്കെ നല്ലപോലെ കറുത്ത്, കൂമ്പ് നീണ്ട് ഒരു ദൃഢത വന്ന് മെച്ചിങ്ങായി പിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആരോഗ്യമായി. റബ്ബറിന് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് റബ്ബറിൽ എന്തെങ്കിലും ഗുണമുണ്ടോ? റബ്ബറിന് ചീക്ക് ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ ഇല്ല. റബ്ബറിനില്ല, ചീക്ക് പൊട്ടിയില്ല. അതുപോലെ പാലിൻ്റെ ഉൽപ്പാദനം കൂടുന്നുണ്ട്. ഈ ജൈവ കൃഷിയിൽ കീടങ്ങളും രോഗങ്ങളും വന്നു കഴിഞ്ഞപ്പോൾ അവയെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ നമുക്കില്ലാതായി. അപ്പോഴാണ് പ്രകൃതിയിൽ തന്നെ കാണുന്ന ധാരാളം ജീവാണുക്കൾ, ബാക്ടീരിയ, കുമിള്, വൈറസ് തുടങ്ങിയ ധാരാളം ജീവാണുക്കൾ നമുക്ക് ഇങ്ങനെയുള്ള കീടനിയന്ത്രണത്തിനും രോഗനിയന്ത്രണത്തിനും ഉപയോഗിക്കാവുന്നതായിട്ട് ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ഇതിന് പകരം നമ്മൾ രാസകീടനാശിനികൾ ഉപയോഗിക്കുകയാണെങ്കിൽ പ്രകൃതിയിലുള്ള മിത്രകീടങ്ങളെയും അത് നശിപ്പിക്കുന്നു. അതേമാതിരി ഈ പ്രൊഡ്യൂസിൽ, അതായത് നമ്മൾ ഈ ഹാർവെസ്റ്റ് ചെയ്യുന്ന പദാർത്ഥങ്ങളിലുള്ള അവശിഷ്ട വിഷവീര്യം കാരണം മനുഷ്യർക്ക് തന്നെ ഹാനികരമായ പല കാര്യങ്ങളും അതിൽ വന്നു. പലർക്കും ജൈവവളം അറിയാം, ജൈവ കീടനാശിനികൾ അറിയാം, എല്ലാം അറിയാം അല്ലേ? പക്ഷേ ജീവാണുക്കളുണ്ടല്ലോ, അതായത് ജൈവ കൃഷിയിൽ ജീവാണുക്കൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാതെ ചേട്ടാ? ട്രൈക്കോഡർമ, അസോസ്പിരില്ലം, ബയോ പൊട്ടാഷ്, പിന്നെ സ്യൂഡോമോണാസ്, ഇതൊക്കെ, പിന്നെ ബ്രൂവേരിയ ഉണ്ടല്ലേ? ബ്രൂവേറിയ കീടനാശിനി ആണ്. ഇതിനകത്ത് ഈ ജീവാണുക്കൾ ഉപയോഗിക്കുന്നതിൻ്റെ അകത്ത് കുറേയൊക്കെ വളങ്ങളായിട്ടുള്ളതല്ലേ? വളങ്ങളായിട്ടുള്ളതാണ്. അതേതൊക്കെയാണ്? അത് അസോസ്പിരില്ലം, ബയോ പൊട്ടാഷ്, ബയോ ഫോസ്ഫേറ്റ്, റൈസോബിയം, അതെല്ലാം വളങ്ങളായിട്ട് അല്ലേ? ഇവയുടെ ഗുണം എന്താണ്? ഈ ജീവാണുക്കൾ വളങ്ങളായിട്ട് ഉപയോഗിക്കുമ്പോൾ വിളയ്ക്ക് എന്ത് ഗുണമാണ് കിട്ടുന്നത്? അത് മണ്ണിൽ നിന്ന് ഇത് എടുത്തു കൊടുക്കാനുള്ള വളം എടുത്തു വലിച്ചെടുക്കാനുള്ള കഴിവ് ചെടിക്ക് കൊടുക്കുക.
കഴിവ് കൊടുക്കുകയാണ്. പിന്നെ നൈട്രജനും കൊടുക്കുന്നുണ്ട്. നൈട്രജൻ ആകാശത്തിന് വായുവിൽ നിന്ന് വലിച്ചെടുക്കാൻ ഉള്ള കഴിവ് റൈസോബിയം. ഈ രാസകീടനാശിനികൾ ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന അവശിഷ്ട വിഷവീര്യം, അതായത് പിന്നെ മിത്രകീടങ്ങൾക്കുള്ള നാശം, ഇവയൊക്കെ കണക്കിലെടുത്ത് ഇവയെ നിയന്ത്രിക്കുന്നതിനായിട്ട് നമ്മൾ ജൈവ കൃഷിയിൽ ധാരാളം ജീവാണുക്കൾ, പല ഇനം ജീവാണുക്കളെ ഉപയോഗിക്കാമെന്ന് പല ശാസ്ത്രജ്ഞരും കണ്ടെത്തി. ഈ ജീവാണുക്കൾ എന്ന് പറഞ്ഞാൽ മിത്ര കുമിളുകളുണ്ട്, മിത്ര ബാക്ടീരിയ ഉണ്ട്, അതേമാതിരി മറ്റ് ആൽഗെ, അതുപോലെ വളരെ ധാരാളം ഇനങ്ങളുണ്ട്. കീടനിയന്ത്രണത്തിനായിട്ട് മിത്ര കുമിളുകൾ, അതായത് ബൊവേറിയ, മെറ്റാറൈസിയം, പിസിലോമൈസിസ്, വെർട്ടിസിലിയം എന്നിവയൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുമിളുകൾ. ബാക്ടീരിയ പറഞ്ഞാൽ ബാസില്ലസ് തുറിഞ്ചിയൻസിസ്, നമ്മൾ കേട്ടിട്ടുണ്ടാവും ധാരാളം. ബാസില്ലസ് തുറിഞ്ചിയൻസിസിൻ്റെ ജീനുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള കൃഷികൾ തന്നെ, വിളകൾ തന്നെ ഇപ്പോൾ ഉരുത്തിരിച്ചെടുത്തിട്ടുണ്ട്. ഈ ബാസില്ലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉണ്ടാകുന്ന വിഷം കാരണം പുഴുക്കളുടെ ഉള്ളിൽ ചെന്നിട്ട് പുഴുക്കൾ ചത്തൊടുങ്ങുകയാണ് പതിവ്. പിന്നെ വൈറസ്, പല ഇനം വൈറസുകളുണ്ട്. ന്യൂക്ലിയർ പോളിഹെട്രോസിസ് വൈറസ്, സൈറ്റോപ്ലാസ്മിക് പോളിഹെട്രോസിസ് വൈറസ്, ഒറൈക്ടസ് ബാക്യുലോ വൈറസ് എന്ന് തുടങ്ങി ധാരാളം വൈറസ് ഇനങ്ങളും പുഴുക്കളെ നശിപ്പിക്കാനായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഈ തെങ്ങിന് പല അസുഖങ്ങളുണ്ട്, അതിൻ്റെ അകത്ത് ഈ ജീവാണു കീടനാശിനികൾ ഉപയോഗിക്കാറുണ്ട്. ഉണ്ട്, അതൊന്ന് പറയാമോ? അത് ട്രൈക്കോഡർമ, പീസിലോമൈസിസ്. ഇത് തെങ്ങിന് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? തെങ്ങിൻ്റെ വേര് നിമാവര നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, വേര് ഗന്ധകവര എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കൂട്ടങ്ങളുണ്ട്. അതിനെ നശിപ്പിച്ചിട്ട് വേര് വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. തെങ്ങിന് വേരില്ലാതെ ആകുന്നതാണ് തെങ്ങിൻ്റെ കേടിൻ്റെ പ്രധാന കാരണം. ഈ തെങ്ങിൻ്റെ കൂമ്പിച്ചയിലുണ്ടല്ലോ, അതിന് ജീവാണു കീടനാശിനി ഉപയോഗിക്കാൻ പറ്റും അല്ലേ? പറ്റും. അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? അത് തണുപ്പുള്ള കാലത്ത് വേണം ഇത് ഉപയോഗിക്കാൻ. അത് ട്രൈക്കോഡർമ, ബ്രുവേറിയ, സൂഡോമോണസ്, പിന്നെ അതിൻ്റെ കൂടെ വേപ്പിൻ പിണ്ണാക്ക്, കുറച്ച് മണൽ, ഇത് മണ്ടയിൽ കയറി മണ്ട ക്ലീൻ ചെയ്ത് മണ്ടയിലിട്ട് ഇടുകയാണ് ഏറ്റവും ബെറ്റർ, ഏറ്റവും നല്ലത്. അത് കയറാൻ ആളെ കിട്ടാൻ ഇപ്പം വിഷമുള്ള കാലത്തായതുകൊണ്ട് അത് ചുവട്ടിലിട്ടാലും അത് കുറച്ചുകൂടെ താമസം വരുന്നേ ഉള്ളൂ. ഗുണമുണ്ടല്ലേ? കീടനിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന മിത്ര കുമിളായ ബൊവേറിയ ബസിയാന ഏകദേശം 700 ഇനം കീടങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ഉതകുന്നതാണ്. നമ്മുടെ പച്ചക്കറികളിലെ പുഴുക്കൾ, വണ്ടുകൾ, വാഴയുടെ കീടങ്ങൾ, തടതുരുപ്പം പുഴു, മാണവണ്ട്, അതേമാതിരി മറ്റ് പലതരം വണ്ടിനങ്ങൾ, ചാഴി ഇനങ്ങൾ, ഇവയെല്ലാം നിയന്ത്രിക്കാൻ ഉതകുന്നതാണ് ബൊവേറിയ ബസിയാന. അതേപോലെ മറ്റൊരെണ്ണമാണ് മെറ്റാറൈസിയം അനൈസോപ്ലിയ. ചെതൽ, വണ്ട്, ചാഴികൾ, പിന്നെ നെല്ലിൻ്റെ മുഞ്ഞ തുടങ്ങിയ പല ഇനം കീടങ്ങളെയും അത് നശിപ്പിക്കുന്നു. വെർട്ടിസിലിയം ലെക്കാനി എന്ന് പറയുന്ന മിത്രകുമിൾ മീലി മൂട്ടകളെ നിയന്ത്രിക്കാനായിട്ട് വളരെ ഫലപ്രദമാണ്. ഈയിടെ അടുത്ത് നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായി കണ്ടുവന്ന പപ്പായ മീലിമൂട്ട, അതേമാതിരി പൈനാപ്പിളിലെ മീലിമൂട്ട, വാഴയിലെ മീലിമൂട്ട, ഇവയ്ക്കെതിരെ വളരെ യോജിച്ച ഒരു മിത്രകുമിളാണ് വെർട്ടിസിലിയം ലെക്കാനി. വേറെ ഒരു ഇനമാണ് പിസിലോമൈസിസ് ലൈലാസിനസ്. ഇതും മീലിമൂട്ടയ്ക്കെതിരെയും മണ്ണിലെ നിമാവിരകൾക്കെതിരെയും വളരെ ഫലപ്രദമാണ്. നമ്മുടെ വിളകളിൽ കാണുന്ന മണ്ണിൽ കൂടി പകരുന്ന രോഗങ്ങൾ, ഇലയിൽ വരുന്ന ഇലപ്പുള്ളി രോഗം, ഇല കരിച്ചിൽ, അതേമാതിരി പൂവിനും കായ്ക്കും വരുന്ന രോഗങ്ങൾ, ഇവയ്ക്കെല്ലാം നിയന്ത്രിക്കാനായിട്ട് വളരെ ഫലപ്രദമായ ഒരു മിത്ര ബാക്ടീരിയയാണ് സ്യൂഡോമോണാസ് ഫ്ലോറസൻസ്. ഇത് നമ്മൾ വിത്തിൽ പുരട്ടി ഉപയോഗിക്കുക, അല്ലെങ്കിൽ ചെടിയിൽ തളിച്ചും ഉപയോഗിക്കാവുന്നതാണ്. 1% മുതൽ 2% വരെ സ്യൂഡോമോണാസ് ഫ്ലോറസൻസിൻ്റെ ലായനി നമ്മൾ ചെടികളിൽ തളിച്ച് രോഗങ്ങളിൽ നിന്ന് വിമുക്തി നേടാം. അതുപോലെ മറ്റൊരു മിത്രകുമിളാണ് ട്രൈക്കോഡർമ. ട്രൈക്കോഡർമയുടെ പല ഇനങ്ങളുമുണ്ട്. ട്രൈക്കോഡർമ വിരിഡയുണ്ട്, ഹാർസിയാനം എന്നിവ. ഇവയും നമുക്ക് മണ്ണിൽ കൂടി പകരുന്ന മിക്ക അസുഖങ്ങൾക്കും, ചീച്ചിൽ, വാട്ടരോഗം തുടങ്ങിയ മിക്ക അസുഖങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ്. ട്രൈക്കോഡർമ എന്ന കുമിള് നമ്മുടെ റബ്ബറിൻ്റെ ചീക്ക രോഗം നിയന്ത്രിക്കുന്നതിനും ഇലയിൽ വരുന്ന രോഗം നിയന്ത്രിക്കുന്നതിനും നമുക്ക് സ്പ്രേ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഏകദേശം ഒരു 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി നമുക്ക് സ്പ്രേ ചെയ്യാം.
നമ്മൾ ജീവാണുക്കളെ കുറിച്ചാണല്ലോ സംസാരിച്ച് വന്നിരുന്നത് അല്ലേ? അതിൻ്റെ അകത്ത് തന്നെ നമ്മളിപ്പം ജീവാണു കീടനാശിനിയുണ്ട്, രാസ കീടനാശിനിയുണ്ട് അല്ലേ? ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താ? മണ്ണിൽ പ്രവർത്തിക്കും ഏത് ജീവാണു കീടനാശിനികൾ, രാസകീടനാശിനി മണ്ണിന്റെ ഗുണങ്ങളെയും മണ്ണിലുള്ള ജീവനുള്ള അണുക്കളെ മുഴുവൻ നശിപ്പിക്കും. ജൈവ കീടനാശിനി ആണെങ്കിൽ അത് വീണ്ടും അവിടെ സ്പ്രെഡ് ചെയ്യും. തുടരെ 2-3 കൊല്ലം കഴിയുമ്പോഴത്തേക്കും പിന്നെ പുറത്തുനിന്ന് വരുന്ന ഏത് ശത്രുകീടങ്ങളെയും അത് നശിപ്പിച്ചുകൊണ്ടിരിക്കും തനിയെ. നമ്മൾ വീണ്ടും അവിടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും രാസകീടനാശിനി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിത്ര ജീവാണുക്കളെ എല്ലാം നശിപ്പിക്കും. ഉടനെ തന്നെ വീണ്ടും അതിൻ്റെ പുറകെ ഈ രാസകീടനാശിനിയുടെ പവർ തീരുമ്പം വീണ്ടും വരികയും ചെയ്യും. ഇപ്പോൾ തെങ്ങിന് റബ്ബറിൽ ഉപയോഗിക്കുന്ന ജീവാണുക്കൾ അല്ലേ, അതിൽ കീടനിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന ജീവാണുക്കളെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞിരുന്നത് അല്ലേ? ചേട്ടാ വേറെ ഏതെങ്കിലും വിളയ്ക്ക് ഇങ്ങനെ ജീവാണുക്കളെ കീടനിയന്ത്രണത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? വാഴയ്ക്ക്, ജാതിക്ക് ഇതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. വാഴയിൽ എങ്ങനെയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്? വാഴയ്ക്ക് വളത്തിന് കൂടെ ഉപയോഗിക്കുന്നു. വളത്തിൻ്റെ കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ഇത് വാഴയിലുണ്ടാകുന്ന ഈ ചെള്ളുകുത്ത് തണ്ടുവരപ്പൻ അത് പോകുന്നു. അതിൻ്റെ ചൂട്ടിലെ വേരിന് കേടുവരുന്നത് മാറുന്നുണ്ട്, നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. മറ്റേ വേര് അത് നിമാവര തന്നെയാണ്. നിമാവരത്തിൽ നിന്ന് വേര് കറുത്തു പോകും, അതൊക്കെ മാറുന്നുണ്ട്, വേറുണ്ടാകുന്നുണ്ട്. ഈ വാഴയുടെ തണ്ടുവരപ്പനുണ്ടല്ലോ, അതിന് ഉപയോഗിക്കുന്ന പ്രത്യേകിച്ച് ഏത് ജീവാണോ ഉപയോഗിക്കുന്നത്? ഉപയോഗിക്കുന്നത് അല്ലേ? വേറെ വിള പറഞ്ഞിരുന്നത് ജാതിക്ക് അല്ലേ? ജാതിക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ജാതിക്ക് തേയിലക്കൊതുകൊണ്ട്, പിന്നെ വേറെ തലമുടിതാരുണ്ടാക്കുന്ന ഒരു മൂട്ട പോലൊരു കീടം. അതിനെ സാധാരണ കാണാൻ പറ്റില്ല. അത് തടിയുടെ നിറവാണ്, ജാതിയുടെ തടിയുടെ നിറവാണ്. അത് ബ്രൂവേറിയ പ്രയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വെളുത്ത് ഒരു പൊടിയായിട്ട് രൂപം കൊണ്ട് ഇത് ചത്തിരിക്കുന്ന കീടത്തിന് ചുറ്റും. എന്നിട്ട് അതിനെ ആദ്യം അത് ചത്തിരിക്കുന്നത് കാണാം ഒരു 3-4 ദിവസം കഴിയുമ്പോൾ. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഈ ബ്രൂവേറിയ? ഇത് 10 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ലിക്വിഡ് കലക്കി സ്പ്രേ ചെയ്യും. ഇത് ഇലയിലെല്ലാം സ്പ്രേ ചെയ്ത് മൊത്തം സ്പ്രേ ചെയ്യും മുഴുവനും. പശയും കൂടെ ചേർത്ത് അടിക്കുന്നത്. അപ്സ എന്ന് പറയുന്നൊരു പശയുണ്ട്. അത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ 3-4 ദിവസം കഴിയുമ്പോഴത്തേക്ക് 4 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാം. നമുക്ക് മറ്റേ രാസകീടനാശിനി ഉപയോഗിച്ചാൽ ചാകുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ഈ തടിയുടെ കളർ തന്നെയാണ്, അത് തിരിച്ചറിയാൻ പറ്റില്ല. ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് ഈ തലവിടുതാര് മാത്രമേ നമുക്കിവിടെ കാണാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് കാണാൻ പറ്റും ചത്തിരിക്കുന്നത്. ഇത് മൂട്ട പോലുള്ള ഒരു ചെറിയ പ്രാണി ഈ ജാതിയുടെ കമ്പാൽ കടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഈ പ്രാണി വട്ടത്ത് ഓടി നടക്കുക, ഈ ഇലയിൽ ഓടി നടക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഈ കടിച്ച കമ്പിൻ്റെ ഇല കരിയും ഉണങ്ങും. അപ്പോൾ നമ്മൾ ഈ ചക്ക വെട്ടുന്ന പോലെ ഒരു മുളങ്ങിയും പോലെ അവൻ്റെ കാലുമായിട്ട് ആയിട്ട് ഈ ഇതേക്കൂടെ ചുറ്റി കെട്ടി കഴിയുമ്പോഴത്തേക്കും വേറെ ഇലയും കൂടെ വന്ന് വീണ് ഒരു കൂട് പോലെ ആവും. അപ്പോൾ ഈ തേയിലക്കൊത് ഇതേ വന്ന് കയറി കൂടുകയാണ്. ഇതിൻ്റെ ഇരിക്കാൻ അവന് സുഖമുണ്ട്. അവിടെ ഇരുന്ന് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ മറ്റു ഫംഗസും വരും. ഇവർ 3 പേരും കൂടി ഈ മറ്റേ പ്രാണി ജാതിയുടെ കമ്പ് നശിപ്പിക്കുന്ന മൂട്ട പോലെയുള്ള, എന്നിട്ട് ഈ തേയിലക്കൊത് ഇതിന് പറന്ന് ജാതിക്കായിട്ട് കുത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ കുത്തിൻ്റെ രൂക്ഷത അനുസരിച്ച് ചിലപ്പോൾ അത് അന്നേരം തന്നെ പൊഴിയുകയോ ഉടനെ കാലക്രമേണ പൊട്ടിപ്പൊഴിയുകയോ ഇതൊക്കെ ചെയ്യാം. പ്രതിവിധി ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രൂവേറിയ 10 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അടിക്കുക. ഈ ജീവാണു രോഗനാശിനികൾ ഉപയോഗിക്കുമ്പോൾ ചില പ്രത്യേക കാര്യങ്ങളുണ്ട്. ട്രൈക്കോഡെർമ എന്ന കുമിളാണെങ്കിൽ നമ്മൾ ചാണകം, വേപ്പൻ പിണ്ണാക്ക് ഇവയുമായിട്ട് ചേർത്ത് 1:9 എന്ന അനുപാതത്തിൽ ചേർത്ത്, അതായത് 100 കിലോയ്ക്ക് 1 കിലോ മുതൽ 2 കിലോ വരെ ട്രൈക്കോഡെർമ മിക്സ് ചെയ്ത് 3-4 ദിവസം കവർ ചെയ്ത് അതിനുശേഷം ഇളക്കിയിട്ട് വീണ്ടും ഒരിക്കൽ കൂടി ഒരു 3-4 ദിവസം കഴിഞ്ഞ് നമ്മൾ ആ മിശ്രിതം ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയൊക്കെ നടുമ്പോൾ നമുക്കതിന് കുഴിയിൽ ഇട്ട് കൊടുക്കാം. അതേമാതിരി മറ്റ് വാഴകൾക്കാണെങ്കിൽ ഒരു 50 ഗ്രാം വരെ മിശ്രിതം മണ്ണിൽ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇടുന്നത് മൂലം മണ്ണിൽ കൂടി പകരുന്ന പല രോഗങ്ങളും നിമാവിരകളും ഇതുമൂലം നശിക്കും.
ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമതായി അന്തരീക്ഷത്തിലെ സൂര്യൻ്റെ അൾട്രാവയലറ്റ് രശ്മികൾ കൊണ്ട് ഇത് വിഘടിച്ച് പോകുന്നതിനാൽ നമ്മൾ വൈകുന്നേരങ്ങളിൽ വേണം ഇത് സ്പ്രേ ചെയ്യാനും. പിന്നെ രാസകീടനാശിനികൾ ഉപയോഗിക്കാൻ പാടില്ല. രാസകീടനാശിനികളും ജൈവ കീടനാശിനികളും ഒട്ടും ഒന്നിച്ച് ചേരുകയില്ല. ഈ ജൈവ കൃഷിയിലോട്ട് വന്നുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? പറമ്പിൽ വിവിധ തരം കൂണുകൾ കിളുത്ത് കാണുന്നുണ്ട്. എവിടെ കളിച്ചാലും അവിടെയെല്ലാം ഇഷ്ടംപോലെ മണ്ണിരകൾ കാണും. പിന്നെ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ രാസവളങ്ങളൊക്കെ ഉപയോഗിച്ച് പച്ചക്കറി കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 വിളവെടുപ്പ് കൊണ്ട് തീരുകയാണ്. ഇത് നീണ്ടു നിന്ന് കിട്ടുന്നുണ്ട്. അത് തന്നെയല്ല, ആ പച്ചക്കറിക്ക് പ്രത്യേക ടേസ്റ്റും ഉണ്ട്, ഒരു പ്രത്യേക രുചിയുണ്ടല്ലേ? പ്രത്യേക രുചിയും. എനിക്കൊന്ന് ഇവിടെ പയറൊക്കെ കുറേ നാളായിട്ട് കൃഷി ഉണ്ടല്ലേ, നിൽക്കുന്നുണ്ട്. പയർ പാവല് ഒരു 5-6 മാസമായി ഇവിടെ നിൽപ്പുണ്ട്. കാരണം അത് കായ തീർന്നതാണ്. തീർന്നെങ്കിലും ഇപ്പം നിന്ന് കായ്ക്കുന്നു. കാരണം ഭയങ്കര വിലയാണ് പുറത്ത്. അതുകൊണ്ട് അവിടെ നിന്നോട്ടോ നമ്മുടെ ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. അപ്പം പ്രത്യേകിച്ച് മണ്ണിനൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. മണ്ണിനൊക്കെ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ ജൈവ വളങ്ങൾ ഇവിടെ ഉപയോഗിക്കാറുണ്ടല്ലേ? ഇവിടെ തന്നെയുള്ള പല അവശിഷ്ടങ്ങളും അങ്ങനെയെല്ലാം ജൈവവളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിപ്പോൾ എൻ്റെ വലിയ മരത്തിൽ നിൽക്കുന്ന ചവർ മുഴുവൻ ഞാൻ വീഴും. പിന്നെ ചോലയായിട്ട്, തെങ്ങിനൊക്കെ ചോലയായിട്ട് വരുന്നത് അത് വെട്ടിയിടും. കാലാകാലങ്ങൾ കുറേ വെട്ടിയിടും. വെട്ടിയിട്ട് ആ ചവറെല്ലാം ഇവിടെ കമ്പോസ്റ്റായിട്ട് ഞാൻ ഇവിടെ ചാണകം വേറെ ഉപയോഗിക്കുന്നില്ല. ചാണകവും ആട്ടിൻ ചാണകമുണ്ട്, പശുവിൻ്റെ ചാണകമുണ്ട്, അത് ഉപയോഗിക്കുന്നുള്ളൂ. കൊന്നയൊക്കെ ഉണ്ട്. അതെല്ലാം വെട്ടിയിട്ട് ചവറായിട്ട് കമ്പോസ്റ്റ് ഉപയോഗിക്കുന്നുണ്ടല്ലേ? കമ്പോസ്റ്റ് ആക്കുന്നില്ല, പൊതയിടാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ ജൈവവളങ്ങൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും ചെടിക്ക് നമ്മുടെ ആ രാസവളങ്ങൾ ഉപയോഗിക്കുന്ന അതേപോലെ ഒരു വളർച്ച ആദ്യമേ കിട്ടത്തില്ല അല്ലേ? അങ്ങനെയൊന്നും കിട്ടത്തില്ല. അതൊക്കെ പതുക്കെയാണ് വളരുന്നത്. അപ്പോൾ ഇത് ഈ ജൈവവളം ഉപയോഗിക്കുന്ന രീതി ഒന്ന് പറയാമോ? ഉപയോഗിക്കുന്ന രീതി, മണ്ണിൽ തണുപ്പുള്ളപ്പോൾ കാലാവസ്ഥ വേണം ഉപയോഗിക്കാൻ. പിന്നെ ഞാനത് ഇപ്പോൾ കുരിശലൊക്കെ കൂടിയതായതുകൊണ്ട് ചൂട് പതുക്കെ പൊട്ടിക്കും. മണ്ണ് പൊട്ടിക്കുക, അല്ലെങ്കിൽ വേറെ മണ്ണെടുത്ത് ഇടുവോ, മൂടിയിട്ട് കൊടുക്കും. അതുകൊണ്ട് മുഴുവൻ മണ്ണിനെ കീഴിയാക്കും. ഇപ്പോൾ നമ്മളൊരു വാഴയുടെ ഒരു ഉദാഹരണം എടുക്കുക. വാഴയ്ക്ക് ജൈവവളം ഉപയോഗിക്കുന്ന രീതി എന്ന് പറയാം. വാഴവളം ഉപയോഗിക്കാൻ അതിൻ്റെ വട്ടത്തിൽ പതുക്കെ തടഞ്ഞു തുറക്കും, ഒരു 3 ഇഞ്ച് താഴെ താത്തി. എന്നിട്ട് വളമിട്ടിട്ട് മണ്ണ് തിരിച്ചിട്ട് മൂടുക. അങ്ങനെ കവിയോ എന്തെങ്കിലും വാഴയുടെ കത്തിയോ ഒക്കെ കണ്ടിച്ച് അങ്ങനെയാണ് ജൈവവളം ഉപയോഗിക്കുന്നത് അല്ലേ? ഈ അതുകൊണ്ട് ഈ ആദായം കൂടുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ആദായം ഇപ്പോൾ രുചി പറഞ്ഞിരുന്നു അല്ലേ? രുചിയുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. ആദായം കൂടുന്നുണ്ട്. കേടുകൾ ഒത്തിരി കുറവുണ്ട് അല്ലേ? കേടുകൾ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. ഈ ജൈവ രീതിയിൽ തയ്യാറാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ വില എങ്ങനെയുണ്ട്? അതിവിടെ വില കിട്ടാൻ ഒരു മാർഗവുമില്ല. വില കൂടുതൽ കിട്ടാൻ അല്ലേ? സാധാരണ വിലയ്ക്കാണ് പോകുന്നത് അല്ലേ? അതായത് ശരിക്കും ഒരു വിപണി നന്നായിട്ട് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇവിടെ ഇപ്പോൾ ഈ കുരുമുളകെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ രീതിയിൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ അന്താരാഷ്ട്ര വിപണിയിൽ ഇങ്ങനെ സുഗന്ധ വ്യഞ്ജനങ്ങൾക്ക് ജൈവ രീതിയിൽ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില കിട്ടുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചില്ല. അത് പേപ്പറിലൊക്കെ കേട്ടിട്ടുണ്ട്. അതിന് സർട്ടിഫിക്കറ്റ് എടുക്കാൻ വളരെ വിഷമാണെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനെപ്പറ്റി ശ്രദ്ധിച്ചിട്ടില്ല. സർട്ടിഫിക്കറ്റ് എടുത്താലും അത് കൊടുക്കാനുള്ള വിപണിയെക്കുറിച്ചും ഒന്നും അറിയത്തില്ല അല്ലേ? അതിനെക്കുറിച്ചൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നു. ജീവാണു കീടനാശിനികളും ജീവാണു വളങ്ങളും മേടിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് വിശ്വസിക്കാവുന്ന ഏജൻസികളിൽ നിന്ന്, പ്രത്യേകിച്ചും അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ പല സ്ഥാപനങ്ങളിലും ഇത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. സംസ്ഥാന ബയോ കൺട്രോൾ ലാബിൽ ഇത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമേ ഇത് മേടിച്ച് ഉപയോഗിക്കാവൂ. പിന്നെ കാലാവധി തീരുന്നതിന് മുമ്പ് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നേരത്തെ മേടിച്ച് കലകൂട്ടി നമ്മൾ കരുതി വെക്കേണ്ട കാര്യമില്ല. കൃത്യമായി ആ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി നമുക്കറിയാമല്ലോ, നിറയെ കീടനാശിനിയുടെ അംശമുണ്ട്. അവരത് ഉപയോഗിക്കുന്നില്ല. കേരളത്തിലോട്ടും മറ്റ് സംസ്ഥാനങ്ങളിലോട്ടും അത് വിപണിയിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാലത്ത് ജൈവ കൃഷിക്ക് വളരെ പ്രസക്തിയുണ്ട്. കാരണം കീടനാശിനിയുടെയോ രാസവളങ്ങളുടെയോ അംശമില്ലാത്ത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇതിൽ ദേവസ്യാചേട്ടൻ എന്താ പറയാനുള്ളത് ഈ ജൈവ കൃഷിയെക്കുറിച്ച്? നേരത്തെ തന്നെ നമ്മുടെ മണ്ണിലുണ്ടായിരുന്ന നല്ല ജീവാണുക്കൾ നമ്മൾ കത്തിച്ചും കെട്ടിക്കളച്ചും അമിതമായ രാസവള പ്രയോഗം കീടനാശിനികൾ നശിപ്പിച്ച് കളഞ്ഞിരുന്നു. അത് വീണ്ടും അവിടെ നല്ല ബാക്ടീരിയയും അണുക്കളെയും കൊണ്ടുവന്ന് പുനർജീവനം നടത്തി മണ്ണിനെ പഴയ രീതിയിലാക്കിയെടുക്കുക എന്നുള്ള ഒരു കർമ്മമാണ് ഈ ജൈവ കൃഷിയോട് ഉദ്ദേശിക്കുന്നത്. അത് തലമുറയ്ക്കും നന്നായിരിക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ട്.
ഒരു നല്ല കർഷകൻ എന്ന് പറയുന്ന നല്ലൊരു ദൈവവിശ്വാസിയായിരിക്കണം അല്ലേ? ദേവസ്യ ചേട്ടൻ എങ്ങനെയാണ്? ഞാൻ കുഴലങ്ങാട് സെബസ്ത്യാനോസ് പുള്ളിയാറിൻ്റെ അടിയുറച്ച വിശ്വാസിയാണല്ലേ? ദൃഢവാട്ടം വന്നപ്പോൾ ഒരുപക്ഷെ ആ വിശ്വാസമല്ലായിരുന്നെങ്കിൽ വളരെ നഷ്ടം വന്നായിരുന്നു. ഒരു ആത്മഹത്യയുടെ ഒരു അവസ്ഥയിലോട്ട് വന്നതാ. ഒരു വിശ്വാസം കാരണമാണ് തിരിച്ചു കയറി അല്ലേ ഇപ്പൊ പിടിച്ചു നിന്ന് തിരിച്ചു കയറി വരുന്നത് അല്ലേ? നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്ന ബൈബിൾ വചനം ഹൃദയത്തിൽ സ്വീകരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരാണ് ഓരോ ജൈവ കർഷകരുമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമുക്ക് ഭക്ഷ്യയോഗ്യമല്ലാത്ത ഒരു ഉൽപ്പന്നം പോലും ഇവരുടെ കൃഷിയിടത്തിൽ നിന്ന് അയൽക്കാരൻ്റെ തീൻമേശയിലേക്ക് എത്തിച്ചേരുന്നില്ല. പകരം മണ്ണിൻ്റെ ആരോഗ്യത്തിലൂടെ മനുഷ്യൻ്റെ ആരോഗ്യത്തിൻ്റെ കാവൽക്കാരാണ് ഓരോ ജൈവ കർഷകരും. വിളവിൻ്റെ നൂറുമേനിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. തികച്ചും വ്യത്യസ്തമായ കൃഷിയും കൃഷിരീതികളും അനുവർത്തിക്കുന്ന കർഷകർ ഞങ്ങളുമായി ബന്ധപ്പെടുക. ടു ദ പ്രൊഡ്യൂസർ, വിളവിൻ്റെ നൂറുമേനി, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673528. ഇമെയിൽ info@shalomtelevision.com. ഫോൺ 0496 266 4688. അടുത്തയാഴ്ച മറ്റൊരു കാർഷിക വിഷയമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.